ഹലോ ഗൈസ്, അപ്പോൾ അതിന് വേണ്ടിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ NCERT-യിലെ ഫെയർ പ്ലേ എന്നുള്ള പാഠത്തിൻ്റെ 1-ാം ഭാഗവുമായിട്ടാണ്. അപ്പം ഇതിൻ്റെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നതിനെ കാണുമ്പം കഥയിലോട്ട് തുടങ്ങുന്നതിനെ കാണുമ്പം ചെറിയൊരു എയർപ്ലേ പോകുന്നതിൻ്റെ സൗണ്ടാണ്, ക്ഷമിക്കണം. അപ്പം കഥ തുടങ്ങുന്നതിനെ കാണുമ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അധികം കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ഞാൻ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഒരു ഇതാണ്, അനിയൻ്റെ ബർത്ത്ഡേ ആണ് ഈ വരാൻ പോണത് ഏപ്രിൽ 30. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ഇടുക, ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പം നമുക്ക് കഥയിലോട്ട് കിടക്കാം. അപ്പം നമ്മളുടെ ജുമ്മൻ ഷിഹാക്കും അൽഗു ചൗധരിയും ആണ് ഇതിലത്തെ കഥാപാത്രങ്ങൾ. അപ്പം നമ്മളുടെ ജുമ്മൻ ഷിഹാക്കും അൽഗു ചൗധരിയും നല്ല കൂട്ടുകാരായിരുന്നു. പിന്നെ വേറെ കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 മാത്രമാണ് വായിക്കുന്നുള്ളൂ. അതായത് പാർട്ട് 1ൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ് നടത്തുന്നുള്ളൂ. പാർട്ട് 2 നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നടത്തും. അതിനുശേഷം പാർട്ട് 3യും കൂടി ഉണ്ട്. ആ പാർട്ട് 3യിലാണ് പാർട്ട് 3 വരെ ഉണ്ട് ഇതിന്മേ. അപ്പം ആ പാർട്ട് 3 അങ്ങനെ നമ്മൾ 3 വീഡിയോസായിട്ട് ചെയ്യുന്നതാണ്. അപ്പം 3 വീഡിയോസും കാണണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക, ഐ വാണ്ട് ടു വാച്ച് ഫുൾ വീഡിയോ നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടില്ല, കാരണം അതിന് ഒരുപാട് ടൈം എടുക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് വായിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും തന്നെ വളരെ വലിയൊരു ട്വിസ്റ്റാണ് ഇവിടെ വരുന്നത്. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ട്വിസ്റ്റില്ല, തുടങ്ങുമ്പോൾ എല്ലാം നോർമൽ പോലെ സാധാരണ കുടുംബം പോലെ പോകും. പിന്നെ നമുക്കിതൊരു വലിയ ട്വിസ്റ്റിലോട്ട് എടുക്കാം. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ അവസാനം വരെ കണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കമൻറ്റും കൂടെ ഇടുക, ഞാൻ അവസാനം വരെ കണ്ടു എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇടുക. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരാൾ, ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞില്ല. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരാൾ കുടുംബാവശ്യത്തിനോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ പുറത്ത് പോവുകയാണെങ്കിൽ, അതായത് നാട് വിട്ട് പോക്കല്ല കേട്ടോ, അല്ലെങ്കിൽ നാട്ടിൽ നിന്നും വേറെ പുറം രാജ്യത്തോട്ട് പോകുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഈ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും സ്വന്തം കുടുംബത്തിനെയും നോക്കുമായിരുന്നു. അവർ രണ്ടുപേരും ആ ഗ്രാമത്തിൽ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന 2 ആളുകളായിരുന്നു. ഭയങ്കരമായിട്ട് ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു അവരെ. ജുമ്മന് ഒരു പഴയ ആൻറ്റി ഉണ്ടായിരുന്നു. ഈ ആൻറ്റിക്ക് കുറച്ച് സ്ഥലവും പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ആൻറ്റി ജുമ്മന് ട്രാൻസ്ഫർ ചെയ്തു. അവർ തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ജുമ്മൻ ആൻറ്റിയെ നോക്കുകയാണെങ്കിൽ ആൻറ്റിയുടെ ജീവിതകാലം മൊത്തം, അതായത് ഇനിയുള്ള ജീവിതത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ജുമ്മന് തൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും തരാമെന്ന് പറഞ്ഞു. ആൻറ്റിയെ സത്യമായിട്ട് തന്നെ നമ്മളുടെ ആൻറ്റി ചെയ്തു. ആൻറ്റി ആ പ്രോപ്പർട്ടി ജുമ്മന് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് നമ്മളുടെ ജുമ്മൻ അത് നോക്കാൻ തുടങ്ങി. ഈ അറേഞ്ച്മെൻറ്റ് ഒരുപാട് വർഷത്തേക്ക് സാധാരണ രീതിയിൽ തന്നെ പോയി. പിന്നെ ഈ സിറ്റുവേഷൻ മാറി. ജുമ്മനും ജുമ്മൻ്റെ ഫാമിലിയും ആ പഴയ ആൻറ്റീനെയും കൊണ്ട് എന്താ പറയുക, ടയേർഡായി, ക്ഷീണിച്ചു. അവരെയും കൊണ്ട് വയ്യാണ്ടേ. ഇപ്പം ഒരു അധികപ്പറ്റായ ആൻറ്റി, നമ്മളുടെ ഭാഷ പറയുകയാണെങ്കിൽ അധികപ്പറ്റായ ആൻറ്റി ഒരു അധികപ്പറ്റായി മാറി. ജുമ്മൻ എപ്പോഴത്തെ പോലെ അല്ലാണ്ടായി. ജുമ്മന് അവൻ്റെ വൈഫിനോടായിരുന്നു കൂടുതൽ സ്നേഹം. അപ്പം ജുമ്മൻ്റെ വൈഫാണെങ്കിലോ ആ ആൻറ്റി കഴിക്കുന്ന ഇച്ചിരി ഭക്ഷണത്തെയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇത് എന്തൊരു വെട്ടി വീഴണേ, അതിന് ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് പറയും. പക്ഷേ ഇതെല്ലാം നമ്മളുടെ ആൻറ്റി ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ വിഴുങ്ങുന്നതാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ക്ഷമയ്ക്ക് അതിൻ്റെ ഒരു അതിരുണ്ടല്ലോ. ഒരു ദിവസം ഈ ആൻറ്റി ജുമ്മൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മോനെ, എനിക്കിപ്പം മനസ്സിലായി
ഞാൻ നിൻ്റെ വീട്ടിൽ ഒരു അധികപ്പറ്റാണ്, എന്നെ നിനക്ക് ആർക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു മാസം തോറും ഇത്ര രൂപ വീതം തരാൻ ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ സെപ്പറേറ്റ് വേറൊരു കിച്ചൺ നോക്കി നടത്തിക്കോളാം എന്ന് പറഞ്ഞു. വേറൊരു കിച്ചൺ, അതിൽ തന്നെ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്ത് വെച്ചു, എനിക്ക് ചെറിയൊരു മന്ത്ലി അലവൻസ് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം ജുമ്മൻ പറഞ്ഞു, എൻ്റെ വൈഫിനറിയാം ഈ വീട് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന്, ക്ഷമയോടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഇത് നമ്മളുടെ ജുമ്മൻ്റെ ആൻറ്റിയെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുത്തി. അപ്പം ഈ ജുമ്മൻ്റെ ആൻറ്റി ഈ കേസ് വില്ലേജ്, അതായത് ഗ്രാമപഞ്ചായത്തിലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു. എന്നിട്ട് ഒരുപാട് ദിവസം ആ ഓൾഡ് ലേഡി ആളുകളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് അവരുടെ സപ്പോർട്ടൊക്കെ വാങ്ങുമായിരുന്നു. അതായത് സപ്പോർട്ട് പിടിക്കാറുണ്ട്. പഞ്ചായത്തിൽ എല്ലാവരും കൂടുമ്പോൾ അവരുടെ സപ്പോർട്ടിൻ്റെ അപ്പം പറയാം. ഇന്നത്തെ കാലത്ത് എല്ലാവരും പഞ്ചായത്തിന് വരുമായിരുന്നു. ഇപ്പോഴത്തെ പോലെ എല്ലാവരും മടിയന്മാരെന്നല്ല, അന്ന് എല്ലാവരും ആക്റ്റീവായിരുന്നു. ഈ കഥ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് 1947 ഈ കഥ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടുത്തായിരുന്നു ഇത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഇന്ത്യയിലല്ല നടന്നത്. നമുക്ക് എന്തായാലും പറയും, ഇതേപോലത്തെ ശാന്തമായ അന്തരീക്ഷമാണെങ്കിൽ ഇത് ഇന്ത്യയിലല്ല നടന്നിരിക്കുന്നത്. അപ്പം എന്നിട്ട് ചില ആളുകൾ അവരുടെ പാൻറ്റിയോടൊപ്പം സ്നേഹത്തിലായി. എന്നിട്ട് ഇങ്ങനെ അവരുടെ ഇത് ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു, ഷുവറായിരുന്നു. എന്നിട്ട് പിന്നെ ചിലവർ ചിരിച്ചിട്ട് ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പഞ്ചായത്തിലും ഇതിലൊക്കെ കൊണ്ടുപോയി നടക്കണേ, അവൻ്റെ ഒപ്പം അങ്ങോട്ട് ഒതുങ്ങി കൂടി കഴിഞ്ഞാൽ പോലെ, നമുക്ക് വയസ്സാങ്കാലായെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ അവസാനം അൽഗു ചൗധരിയുടെ അടുത്തെത്തി. അൽഗു ചൗധരിയാണ് അവിടുത്തെ ഹെഡ് പാഞ്ചിട്ടോ, അതായത് സർപഞ്ച്, നമ്മളുടെ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയും. അപ്പം അൽഗു ചൗധരി പറയാണ്, ചാച്ചിക്ക് അറിയാലോ ഞാനും ജുമ്മനും തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന്. പിന്നെ എനിക്ക് എങ്ങനെയാണ് അവന് എതിരായിട്ട് മാറാൻ സാധിക്കുക? ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് പഞ്ചായത്തിൽ അവന് എതിര് പറയാൻ സാധിക്കുക എനിക്ക് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ആ ഓൾഡ് ലേഡി പറഞ്ഞു, പക്ഷെ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് ശരിയാണോ മോനെ? സത്യം പറയാണ്ട് നീ ഒരു പഞ്ചായത്തിലത്തെ പ്രസിഡന്റ് ആയിരുന്നിട്ട് എന്താണ് കാര്യം? കൃത്യമായിട്ടുള്ള ജഡ്ജിങ് നടത്തണ്ടേ എന്ന് പറഞ്ഞു. നീ പഞ്ചായത്തിലോട്ട് വന്നിട്ട് ആരുടെ ഭാഗത്താണ് ശരി, അവരുടെ അടുത്ത് സത്യം തുറന്ന് പറയാം എന്ന് പറഞ്ഞു. ആൾക്കൊന്നും പറഞ്ഞില്ല. പക്ഷേ അവരുടെ വാക്കുകൾ, നമ്മളുടെ ആ ബോളിൽ കേടിയുടെ വാക്കുകൾ അൽഗുവിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അപ്പം നമ്മളുടെ ഈ വീഡിയോയ്ക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇത് നമ്മളുടെ ക്യാമറമാൻ ഇന്ന് ലീവാണ്. ക്യാമറമാൻ ഈയിടെയായിട്ട് അത്രയ്ക്ക് ആക്റ്റീവ് അല്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ക്യാമറമാൻ ഈയിടെയായിട്ട് വീഡിയോ ഒന്നും ഇപ്പം വരുന്നില്ല അധികം. പക്ഷേ ഇത്തവണത്തെ വീഡിയോ നമ്മുടെ ക്യാമറമാൻ നമുക്ക് എടുക്കുന്നത്. അപ്പം ക്യാമറമാന് വളരെ നന്ദിയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ വരുന്നതിന്. അപ്പം നമുക്കിനി ഈ പാർട്ട് 1 നമ്മുടെ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പാർട്ട് 2ൻ്റെ വേറൊരു വീഡിയോയുമായിട്ട് നമ്മളിനി അടുത്ത വീഡിയോയിൽ എത്തുന്നതാണ്. പിന്നെ ലൈക്ക്, ഷെയർ, ഈ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടോ, പിന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. പിന്നെ ഞങ്ങളുടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ ഞങ്ങൾ പാർട്ട് 2 വീഡിയോയുമായിട്ട് വരുന്നതാണ്. ഇതൊരു ടാറ്റ, ബൈ. ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.